അപ്പോൾ നമുക്ക് സവാള വട അതുണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു അരിപ്പയിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലെ കൂടെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ അല്ല, നമ്മൾ അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ, ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇത് നന്നായിട്ടൊന്ന് അരിച്ച് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഒരു സവാള ചെറുതാക്കി അരിഞ്ഞത് കേട്ടോ, നീളത്തിൽ അരിയുന്നവരുണ്ട്, പക്ഷെ ഞാൻ ചെറുതാക്കിന് എപ്പോഴും അരിയാറ് സവാള. അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് 2-3 പച്ചമുളക് വട്ടത്തിൽ വളരെ നൈസാക്കി അരിഞ്ഞിട്ടുള്ളതാണിത്. ഇതിപ്പോൾ ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണിത്, അതുകൊണ്ട് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവനുസരിച്ച് മാറ്റം വരുത്തുക. അതുപോലെ തന്നെ വളരെ ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ഒരു ചെറിയ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു തണ്ട് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതങ്ങ് മിക്സ് ചെയ്യുക. ഞാൻ എപ്പോഴും വെള്ളത്തിലോട്ടാണ് മാവ് ഇടാറ്. അപ്പം അറിയാലോ, നമ്മൾ ചപ്പാത്തിയും പൂരിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലോട്ട് അരിച്ചു വെച്ചിരിക്കുന്ന മിശ്രിതം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിലോട്ട് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ 2 മണിക്കൂർ അടച്ചു വെച്ചതിന് ശേഷം നോക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ ഉപ്പിട്ടിട്ടുള്ളതല്ലേ ഇത്, അപ്പോൾ സവാളയിലത്തെ വെള്ളം കുറച്ചും കൂടെ ഇറങ്ങും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവില്ല. ഇതിന്റെ മുകളിലോട്ട് 1 ടീസ്പൂണോളം എണ്ണ, ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതുകൊണ്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിന്റെ മുകളിൽ ഒഴിച്ച് 2 മണിക്കൂറോളം ഞാനിതൊന്ന് നല്ല ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ ഇതിന്റെ ഉപ്പൊന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പൊക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അടച്ച് മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട നമുക്ക് കിട്ടുക. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ വട വറുത്തെടുക്കണം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ മീഡിയം ചൂടായാൽ മതി. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വട ഇടുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അത് പുറത്ത് കരിഞ്ഞു പോകും, പക്ഷെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും എണ്ണ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. മാത്രമല്ല എണ്ണയുടെ ചൂട് കുറവായിട്ടുണ്ടെങ്കിൽ വട നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് നിറയെ എണ്ണ അത് വലിച്ചെടുക്കും. അതുകൊണ്ട് അതും നല്ലതല്ല. അപ്പോൾ എപ്പോഴും എണ്ണയുടെ ചൂട് സൂക്ഷിക്കാൻ മറക്കരുത്. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മാവ് 2 മണിക്കൂറിന് ശേഷമുള്ള മാവ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വെള്ളത്തിലൊന്ന് കൈ മുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കയ്യിൽ വെള്ളം ഉണ്ടാവണം. എന്നിട്ട് വെള്ളം ഒരുപാട് പാടില്ല. കയ്യിൽ വെള്ളം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ് എടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം എടുക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച്, ഇപ്പം ഞാൻ ഒരു മീഡിയം സൈസ് വടയാണ് ഉണ്ടാക്കുന്നത്, അതിലോട്ട് ഒരു ഓട്ട ഇടുക. ഓട്ട വലുതായാലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യുക. ഇത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കും. പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ നടുവിലോട്ട് ഇതേപോലെ കുഴി ഉണ്ടാക്കാൻ. കുഴി നിങ്ങൾക്ക് വലിപ്പം കൂടുതലോ കുറവോ ചെയ്യാം. അപ്പോൾ അതൊരു ഭംഗി അനുസരിച്ച് കുഴിയുള്ള പാത്രത്തിലിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല നമുക്ക്. അതേസമയം ഇതിലോട്ട് അങ്ങ് എണ്ണ വരികയും ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എത്രയെങ്കിലും വലിയ പാത്രം ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ ഇതിനേക്കാളും ചെറിയൊരു കുഴിയുള്ള പാത്രമാണ് എപ്പോഴും ഇങ്ങനെ വറക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് വട്ടത്തിൻ്റെ ഇത് ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ, ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വട്ടത്തിൻ്റെ സൈസ് കൂടും. ഇപ്പോൾ ഇത്രയും വട്ടമായി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. അത് തിരിച്ചു മറിച്ചിട്ടുകൊണ്ടിരിക്കണം. എന്താ പറയുക, ഉള്ളിൽ വേവാൻ കുറച്ച് സമയം പിടിക്കും. മൈദയാണ്, പിന്നെ നിറച്ച് സവാളയുണ്ട്. അപ്പോൾ സവാള വേവാൻ സമയം പിടിക്കും. അപ്പോൾ മീഡിയം തീയിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും തിരിച്ച് മറിച്ച് വിട്ടുകൊണ്ടിരിക്കുക. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാതും വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കപ്പിൽ നിന്ന് ഒരു 10 വട കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് 20 വട വേണമെന്നുണ്ടെങ്കിൽ 2 കപ്പ് മൈദ എടുക്കുക. അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്യാത്തവർ, ഇതുവരെ കാണാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചിട്ടുള്ളവർ പഴയ ഓർമ്മകൾ പുതുക്കുക. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് എന്നോട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്